ഈ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് ആണ്. ഈ കഥ വെറും സാങ്കല്പികം മാത്രം. മലമുകളിൽ നിൽക്കുകയായിരുന്നു കാർത്തിക്. അവന് ചുറ്റും മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചു. താൻ ഇതെവിടെയാണ്? ഈ സ്ഥലം ഏതാണ്? താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആ മൂടൽ മഞ്ഞിലൂടെ മെല്ലെ അവൻ മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ആ മലനിരകൾക്കിടയിൽ അവൻ അവ്യക്തമായ ഒരു രൂപം കണ്ടു. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. പെയ്തിറങ്ങുന്ന മഞ്ഞ് കാരണം അവനെല്ലാം വ്യക്തമായിരുന്നില്ല. ആ രൂപം തന്റെ അരികിലേക്ക് നടന്നു വരുന്നതായി അവൻ കണ്ടു. ഇതിൽ അടുത്തു വന്നപ്പോൾ അവന് മനസ്സിലായി അതൊരു പെൺകുട്ടിയാണെന്ന്. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. കാണാൻ വളരെ സുന്ദരിയായിരുന്നു അവൾ. അവളുടെ മുഖം താമര പോലെ വിടർന്നതായിരുന്നു. അവളുടെ മുഖത്തിന് കൂടുതൽ മനോഹരമാക്കുന്നത് അവളുടെ കണ്ണുകളായിരുന്നു. അലസമായി അഴിച്ചിട്ടിരുന്ന അവളുടെ മുടികൾ കാൽമുട്ടോളം ഉണ്ടായിരുന്നു. വെള്ള ഗൗണിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. അത്ഭുതത്തോടെ അവൻ ചോദിച്ചു, നീ ആരാണ്? ആ ചോദ്യം കേട്ട വഴി ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കാതെ മഞ്ഞിലേക്കൂടി. നിൽക്കൂ, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവൾ അത് കേൾക്കാതെ ഓടുകയായിരുന്നു. കാർത്തിക് പെട്ടെന്ന് അവൾ പോയ വഴിയെ ഓടി. അവൾ ഓടി മലനിരയുടെ മുകളിലെത്തി. അവൾ വേഗം തന്നെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അരിരേ എന്നൊരു ശബ്ദത്തോടെ കാർത്തിക് ചാടി എഴുന്നേറ്റു. സ്വയബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവന് മനസ്സിലായി താൻ കണ്ടത് ഒരു സ്വപ്നം മാത്രമാണ് എന്ന്. അവൻ ചുറ്റും കണ്ണോടിച്ചു. അവന്റെ മുറിക്കുള്ളിലേക്ക് നിലാവെളിച്ചം വരുന്നുണ്ടായിരുന്നു. വേഗം അവൻ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് മാറ്റി എഴുന്നേറ്റു. കട്ടിലിരുന്നു. തൊട്ടടുത്തിരുന്ന ക്ലോക്കിൽ സമയം നോക്കി. 4 മണി കഴിഞ്ഞിരുന്നു. അവൻ മെല്ലെ എഴുന്നേറ്റു. ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്ത് നല്ല നിലാവെളിച്ചം. ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണാമായിരുന്നു. ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം അവനെ നോക്കി കണ്ണു ചിമ്മുന്നത് പോലെ, ആ നക്ഷത്രങ്ങൾക്ക് എന്തോ തന്നോട് പറയാനുള്ളത് പോലെ. അസ്വസ്ഥമായ അവൻ്റെ മനസ്സ് ശാന്തമായി. കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം അവൻ തിരികെ വന്ന് കട്ടിലിൽ വന്നു കിടന്നു. അവൻ ഉറക്കം വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് താൻ കാണുന്ന സ്വപ്നത്തെപ്പറ്റി അവൻ ചിന്തിച്ചു. ഒരേപോലെയുള്ള സ്വപ്നം തന്നെയാണ് താൻ എപ്പോഴും കാണുന്നത്. ആരാണ് ആ പെൺകുട്ടി? അവൾ എന്തിനാണ് എപ്പോഴും തൻ്റെ സ്വപ്നത്തിൽ വരുന്നത്? തനിക്ക് മാത്രം ഇതെന്താ ഇങ്ങനെ? അവൻ്റെ മനസ്സ് പല വഴി സഞ്ചരിച്ചു. അവനൊന്നും മനസ്സിലെങ്കിൽ വേണ്ട, ഇത് പറഞ്ഞാൽ മുത്തശ്ശിയും ചേച്ചിയും തനിക്ക് വല്ല ബാധ കൂടിയതാണെന്നും പറഞ്ഞ് ഹോമവും വഴിപാടും അമ്പലവുമായി നടക്കും. ചേച്ചി തൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കില്ല. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞ് ചേച്ചിയും മുത്തശ്ശിയും എപ്പോഴും സമ്മർദ്ദം ചെലുത്തുകയാണ്. നേരം പുലർന്നു. ശ്രീമംഗലം തറവാടുണർന്നു. കൃഷ്ണഭക്തി ഗാനം ഉയർന്നു കേൾക്കാം. ശ്രീമംഗലം തറവാട്ടിലെ മുത്തശ്ശി ദേവയാനി ഒരു കൃഷ്ണഭക്തയാണ്. കാർത്തികന്റെ ചേച്ചി അഞ്ജനയും ഒരു കൃഷ്ണഭക്തയാണ്. ദേവയാനിക്ക് 3 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. ദേവയാനിയുടെ മൂത്ത മകൻ മരണപ്പെട്ടു. മോളും മരിച്ചുപോയി. മകളുടെ മക്കളാണ് കാർത്തിക്കും അഞ്ജനയും. ദേവൻ ഹാളിലിരുന്ന് പത്രം വായിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശിയെ കണ്ടപ്പോൾ ദേവൻ പത്രം മടക്കി ടീപ്പോയിലേക്ക് വെച്ചു. ദേവൻ മുത്തശ്ശിയുടെ 2ാമത്തെ മകനാണ്. എന്താ ദേവ, ലത എവിടെ? അവൾ ഇതുവരെയും എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ച് ദേവയാനി ദേവന്റെ മുന്നിലുള്ള സെറ്റിയിലിരുന്നു. ഇല്ലമ്മേ, തണുപ്പ് വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. രാവിലെ ഉണർന്ന് നാമം ചെല്ലണമെന്ന് അവളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ, ആര് കേൾക്കാൻ? നീരസത്തോടെ മുത്തശ്ശി പറഞ്ഞു. ആട്ടെ, സഞ്ജുമോൻ എഴുന്നേറ്റോ? അവനെ കണ്ടില്ലല്ലോ. അവൻ ഉണർന്നു അമ്മേ, രാവിലെ തന്നെ. അവൻ ജിമ്മിലേക്ക് പോയി കാർത്തിക്കിന്റെ കൂടെ. ദേവയാനി ഒന്നിരുത്തി മൂളി. ദേവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ദേവയാനി പറഞ്ഞു. എന്താണമ്മേ? ആകാംക്ഷയോടെ ദേവൻ ചോദിച്ചു. അത് കാർത്തിക്കിനെ പറ്റിയാണ്. കാർത്തിക്കിനെ പറ്റിയോ? ദേവൻ ചോദിച്ചു.